വാർത്താ ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആദിൽ ബസാർ. പ്രധാന വാർത്തകൾ. പാപ്പാനിയുടെ മാതൃകയിലുള്ള ഗവർണർ കോലം കത്തിച്ച് SFI നേതാക്കൾക്കെതിരെ കേസ്. ഇസ്രായേൽ വ്യോമസേന മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്ര ഉദ്ഘാടനം ക്ഷണം ലഭിച്ച കോൺഗ്രസിന് അല്ല, സോണിക്കും ഖാർഗെക്കും ചെന്നിത്തല. ഏകാദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. വാർത്തകൾ വിശദമായി. പാപ്പാനിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ച SFI നേതാക്കൾക്കെതിരെ കേസ്. പുതുവർഷ തലേന്ന് ഗവർണറുടെ കോലം കത്തിച്ച് SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ബീച്ചിൽ പുതുവർഗാശങ്ങൾ നടക്കുമ്പോഴാണ് SFI ഗവർണർക്കെതിരെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. ഇസ്രായേൽ വ്യോമസേന ആക്രമണം, മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. ഇസ്രായേൽ വ്യോമസേന ആക്രമണം, മസ്ജിദുൽ അക്സ മുൻ ഇമാം ഷെയ്ഖ് യൂസുഫ് സലാം ആണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സേന യുദ്ധത്തിന് പുറമെ ഫലസ്തീൻ ജനങ്ങളുടെ വീട് കൊള്ളയടിക്കുകയും ചെയ്തു. യുദ്ധമേഖലകളിൽ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 100-ലധികം മാധ്യമപ്രവർത്തകരെ ഗസയിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം. നുസൈറത്ത് അഭയാർത്ഥി വീട്ടിൽ ബോംബിട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 6 പേർക്കും ജീവൻ നഷ്ടമായി. ഫലസ്തീനിൽ കൊല്ലപ്പെട്ടത് 22,404 പേർ. രാമക്ഷേത്ര ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിന് അല്ല, സോണിക്കും ഖാർഗെക്കും ചെന്നിത്തല. ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പോകില്ലെന്ന് സംസ്ഥ. സ്പോർട്സ്. ഏകാദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. ഏകാദിനത്തിൽ ക്രിക്കറ്റിൽ വിരമില്ല ഡേവിഡ് വാർണർ മറ്റന്നാൾ നടക്കുന്ന പാകിസ്ഥാൻ എതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ വാർണറുടെ കരിയറിലെ അവസാന മത്സരമായിരിക്കും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. പാപ്പാനിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ച് SFI നേതാക്കൾ എതിരെ കേസ്. ഇസ്രായേൽ വ്യോമസേന മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്ര ഉദ്ഘാടനം ക്ഷണം ലഭിച്ച കോൺഗ്രസിന് അല്ല, സോണിക്കും ഖാർഗെക്കും ചെന്നിത്തല. സ്പോർട്സ്. ഏകാദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. വാർത്തകൾ വിശദമായി. വാർത്താ ബുള്ളറ്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.